വെൽക്കം ടു മൈ ചാനൽ. 10th പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയൊരു വീഡിയോ ആണ്. പ്രധാനമായും LGSനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോ ഉപകാരമെന്ന് തോന്നിയാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകനാര്? ആൻസർ ഓപ്ഷൻ എ ജോനാഥൻ ഡങ്കൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ഭരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം നൽകാനും ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനും വേണ്ടിയിട്ട് ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട സ്ഥാപനങ്ങളാണ് ഒന്ന് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, വില്യം ജോൺസ് ഉണ്ടാക്കിയത്. കൽക്കത്ത മദ്രസ വാറൻ ഹേസ്റ്റിംഗ് ആണ് സ്ഥാപിച്ചത്. ബനാറസ് സംസ്കൃത കോളേജ് ജോനാഥൻ ഡങ്കൻ. എന്നാൽ ജനപിന്തുണയില്ലാതെ ശക്തമായ പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കി. 1935 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഈ ഒരു അവസരത്തിൽ മെക്കാളെ പ്രഭു പ്രഖ്യാപിച്ചു. സ്വാമി ദയാനന്ദ സരസ്വതി രൂപീകരിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യസമാജം. ഇതിലൂടെ വിഗ്രഹാരാധന, ശൈശവവിവാഹം എന്നിവയെ അദ്ദേഹം എതിർത്തു. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെയാൾ രാജാറാം മോഹൻ റോയ് ആണ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത അദ്ദേഹം ബംഗാളിൽ ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. രാജാറാം മോഹൻ റോയ്ക്ക് ശേഷം ബ്രഹ്മസമാജത്തിന് പുതുജീവൻ നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അച്ഛനാണ് ദേവേന്ദ്രനാഥ ടാഗോർ. 1839 ഇദ്ദേഹം തത്വബോധിനി സഭ എന്ന സംഘടന രൂപീകരിച്ചു. 1843 ബ്രഹ്മസമാജത്തിന് പ്രമാണപത്രം തയ്യാറാക്കി. അതാണ് തത്വബോധിനി പത്രിക എന്ന് പറയുന്നത്. 1857 കേശവചന്ദ്രസൻ ബ്രഹ്മസമാജത്തിൽ ചേർന്നു. 1866 കേശവചന്ദ്രസൻ ഇന്ത്യൻ ബ്രഹ്മസമാജം എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. 1857 കേശവചന്ദ്രസന് ബ്രഹ്മസമാജത്തിൽ ചേർന്ന് 1866 ബ്രഹ്മസമാജം വീണ്ടും പിളർന്നു. ഇന്ത്യൻ ബ്രഹ്മസമാജം എന്നും ആദി ബ്രഹ്മസമാജം എന്നും രണ്ടായിട്ട് പിളരുന്നുണ്ട്. 1866 ഇന്ത്യൻ ബ്രഹ്മസമാജത്തിന് രൂപം നൽകിയത് കേശവചന്ദ്രസനും ആദി ബ്രഹ്മസമാജത്തിന് രൂപം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറും ആയിരുന്നു. ഇന്ത്യൻ ബ്രഹ്മസമാജം സ്ത്രീകൾക്ക് അംഗത്വം നൽകിയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 1872 3-ാം ആക്ട് പ്രകാരം ഗവൺമെൻറ് ബ്രഹ്മവിവാഹ നിയമം പാസ്സാക്കി. 1872 3-ാം ആക്ട് അഥവാ ബ്രഹ്മവിവാഹ നിയമപ്രകാരം താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ശൈശവവിവാഹം നിരോധിക്കുക, ബഹുഭാര്യാത്വം നിയമവിരുദ്ധമാക്കുക, വിധവാ വിവാഹത്തിന് സാധുത നൽകുക എന്നൊക്കെ. അതിനുശേഷം 1878 കേശവചന്ദ്രസനിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ബ്രഹ്മസമാജം വീണ്ടും പിളരുന്നുണ്ട്. അതിന് കാരണം 1878 കേശവചന്ദ്രസൻ 13 വയസ്സുള്ള തൻ്റെ മകളെ കൂച്ച് ബിഹാറിലെ മൈനറായ രാജകുമാരന് ഹൈന്ദവാചാരം അനുസരിച്ച് വിവാഹം ചെയ്തു കൊടുത്തു. കാരണം ശൈശവവിവാഹത്തെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. അതിൽ നിന്ന് അതിൻ്റെ ലീഡർ തന്നെ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ മകളെ ശൈശവവിവാഹം നടത്തി കൊടുക്കുകയാണ്. 1878 മെയ് 15 ആനന്ദമോഹൻ ബോസിൻ്റെയും ശിവാനന്ദ ശാസ്ത്രിയുടെയും നേതൃത്വത്തിലാണ് സാധാരണ ബ്രഹ്മസമാജം നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി 2 മാത്രമാണ് ബന്ധമില്ലാത്തത്. ബന്ധമുള്ളതൊക്കെയാണ് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും എന്നതൊക്കെ ബന്ധമുള്ളതാണ്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ 1930, 31, 32 എന്നീ വർഷങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. 2-ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്തു. 1930 നടന്ന ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കാനും 2-ാമത്തെ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനും ഗവൺമെൻറ് ശ്രമം ആരംഭിച്ചു. ഇതിൻ്റെ ഫലമായി ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ഗാന്ധി ഇർവിൻ ഉടമ്പടി. 1931 മാർച്ച് 5 ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. ഇത് പ്രകാരം നിയമലംഘന
ഇത് പ്രകാരം നിയമലംഘന സമരം നിർത്തിവെച്ചു. ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നാൽ രണ്ടാം വട്ടമേശ സമ്മേളനം നിഷ്ഫലമായി അവസാനിച്ചു. മൂന്നാം വട്ടമേശ സമ്മേളനം കോൺഗ്രസ് ബഹിഷ്കരിക്കുകയുണ്ടായി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 എന്നറിയപ്പെടുന്നത് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരമാണ്. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരമാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം 1909. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം അനുസരിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലേക്ക് 2 ഇന്ത്യക്കാരെയും നിയമിച്ചു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ SP സിൻഹയാണ്. അതുപോലെ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നു. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ചതും മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം 1990 അതുപോലത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെൻറ് സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭയ്ക്ക് വ്യവസ്ഥ ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. ഈ നിയമപ്രകാരം ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ ബി വടകര. വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷോപ്പ് പിക്കറ്റിംഗ്, അയിത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം എന്നിവയിൽ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. 1931 കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു. ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ മഹിളാ സമ്മേളനമായിട്ട് അറിയപ്പെടുന്നു. മലബാറിൽ AV കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം പാട്യം ഗ്രാമം, കണ്ണൂർ. 1885 ഏപ്രിൽ 27 കാവ്യ ഉപേക്ഷിച്ച് ഖദറണിഞ്ഞ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നാണ്. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. VK ഗുരുക്കൾ, ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. കോഴിക്കോട് തത്വപ്രകാശിക സംസ്കൃത പഠന കേന്ദ്രം 1906 സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. 1911 രാജയോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ച വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം എന്ന സംഘടനയ്ക്ക് 1917 രൂപം നൽകി. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. 1921 പുറത്തിറക്കിയത്. ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. 1921 പബ്ലിഷ് ചെയ്തു. പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. 1927 ഇദ്ദേഹം പ്രീതിഭോജനം നടത്തിയത്. വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാസികകളാണ് 1914 ശിവയോഗ വിലാസം, 1929 ആത്മവിദ്യാ കാഹളം, 1939 യജമാനൻ എന്നിവ. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ആത്മവിദ്യ, ആത്മവിദ്യാ ലേഖമാല, അധ്യാത്മയുദ്ധം, ഈശ്വരവിചാരം, പ്രാർത്ഥനാഞ്ജലി, മാനസചാബല്യം, മംഗള ശ്ലോകങ്ങൾ, പ്രാർത്ഥനാമഞ്ജരി, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. വാഗ്ഭടാനന്ദൻ അന്തരിച്ച 1939 ഒക്ടോബർ 29 ചട്ടമ്പി സ്വാമികൾ ജനിച്ച 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്തുള്ള കൊല്ലൂർ കണ്ണമ്മൂലയിലാണ്. ചട്ടമ്പി സ്വാമിയുടെ ഭവനം ഉള്ളൂർക്കോട് വീടാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നാണ്. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചട്ടമ്പി സ്വാമികളെയാണ്. സർവ്വവിദ്യാധിരാജൻ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യം കമണ്ഡലമില്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെടുന്ന ചട്ടമ്പി സ്വാമികളാണ്. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ് അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിൻ്റെ ദേശനാമങ്ങൾ, ആദ്യഭാഷ, അദ്വൈത പഞ്ചരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം. ചട്ടമ്പി സ്വാമിയുടെ മരണത്തിൽ അനുശോചിച്ച് പണ്ഡിത് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം.
ചട്ടമ്പിസ്വാമികൾ മഹാസമാധി പ്രാപിച്ചപ്പോൾ ആദരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് സമാധി ശ്ലോകങ്ങൾ. ചട്ടമ്പിസ്വാമി സമാധിയായത് 1924 മെയ് 5-നാണ്. പന്മന, കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ ഡി, ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചിരുന്നു. ഗാന്ധിയൻ സമരങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെ? ആൻസർ ഓപ്ഷൻ എ, വി.ഒ. ചിദംബരം പിള്ള. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വി.ഒ. ചിദംബരം പിള്ള തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. അതിനാൽ അദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നു. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത 6 ലക്ഷം രൂപയാണ് മുതൽ മുടക്ക്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളിൽ നിന്നുള്ളവരായിരുന്നു. എന്നാൽ ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്നു. 1905 കേഴ്സൺ പ്രഭു ബംഗാളിനെ ഉപയോഗിച്ചത്. 1905 ജൂലൈ 20-നാണ് ബംഗാൾ ഉപയോഗിച്ചത്. ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്ന് 1905 ഒക്ടോബർ 16-നാണ്. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയ് മിൻറ്റോ II ആയിരുന്നു. ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ച ഒക്ടോബർ 16-നാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് 1911 ഹാർഡിഞ്ച് II. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് പി.സി. റേ. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, 2ഉം 3ഉമാണ് തെറ്റ്. അപ്പം ശരിയായത് വായിക്കാം. ലാഹോർ സമ്മേളനം കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ 1929 ഡിസംബർ 31 രവി നദിയുടെ തീരത്താണ്. ത്രിവർണ്ണ പതാക രവി നദിയുടെ തീരത്ത് ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് 1930 ജനുവരി 26-നാണ്. ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, W.C. ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. 1884 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനാണ് അലൻ ഒക്ടോവിയൻ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28-നാണ്. കോൺഗ്രസിന് പേര് നിർദ്ദേശിച്ച ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് W.C. ബാനർജി ആയിരുന്നു. ആദ്യ സെക്രട്ടറി അലൻ ഒക്ടോവിയൻ ഹ്യൂം ആയിരുന്നു. ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലായിരുന്നു. 72 പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യരായിരുന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ G.P. പിള്ളയാണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ P. അനന്തചാർലുവാണ്. 1891 ആദ്യ മലയാളി പ്രസിഡന്റ് C. ശങ്കരൻ നായർ. അമരാവതി സമ്മേളനം 1897. ആദ്യ പാഴ്സിക്കാരനായ അധ്യക്ഷൻ ദാദാഭായ് നവറോജിയാണ്. ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജിയാണ്. INCയുടെ ആദ്യ വിദേശ പ്രസിഡന്റ് ജോർജ് ഹൂൾ 1888-ലാണ്. 2 പ്രാവശ്യം INC പ്രസിഡന്റായ വിദേശിയാണ് വില്യം വേഡർബേൺ. 1889-ലും 1910-ലും. കോൺഗ്രസ് സ്വരാജ് എന്ന പേരിൽ പ്രമേയം അവതരിപ്പിച്ചത് 1906 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. അധ്യക്ഷൻ ദാദാഭായ് നവറോജി ആയിരുന്നു. കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനം 1907 സൂററ്റ് സമ്മേളനമാണ്. അധ്യക്ഷൻ രാഷ് ബിഹാരി ഘോഷാണ്.
കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആനന്ദ മോഹൻ ബോസ്. കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന ഉണ്ടാക്കിയ സമ്മേളനമാണ് 1908 മദ്രാസ് സമ്മേളനം. അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൽക്കത്ത സമ്മേളനമാണ്. ഇതിൽ ആലപിച്ച ടാഗോറാണ്. ഇത് രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. 1896 കൽക്കത്ത സമ്മേളനത്തിന് അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി ആയിരുന്നു. ജനഗണമന ദേശീയ ഗാനം ആദ്യമായി അവതരിപ്പിച്ചത് 1911 കൽക്കത്ത സമ്മേളനമായിരുന്നു. അധ്യക്ഷൻ BN ദർ ആയിരുന്നു. ഇത് രചിച്ചത് ടാഗോറാണ്. ഇത് പാടിയത് സരളാദേവി. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ BN ദർ ആയിരുന്നു. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. അധ്യക്ഷൻ MC മജുംദാർ ആയിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കത്ത സ്പെഷ്യൽ സമ്മേളനമായിരുന്നു. അധ്യക്ഷൻ ലാല ലജപത് റായ് ആയിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമായിരുന്നു. അധ്യക്ഷൻ C വിജയരാഘവാചാര്യരായിരുന്നു. ഐത്തോച്ചാടനം കോൺഗ്രസിൻ്റെ പരിപാടിയായി അംഗീകരിച്ച സമ്മേളനം കാക്കിനഡ 1923 കാക്കിനഡ സമ്മേളനം. അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കത്ത സമ്മേളനം. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1912 ബങ്കിപ്പൂർ സമ്മേളനം. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം 1924 ബൽഗാം സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. മൗലികാവകാശ പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. 52ാമത്തെ സമ്മേളനത്തിൽ ത്രിപുരയിൽ നിന്നും 1939. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദം വഹിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് 1940 മുതൽ 1946 വരെ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് JP കൃപലാനയായിരുന്നു മീററ്റിൽ 1947. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു പട്ടാഭി സീതാരാമയ്യ. ജയ്പൂരിൽ വെച്ച് 1948. സോഷ്യലിസം കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് 1955 ആവടി സമ്മേളനം. അധ്യക്ഷൻ UN ദബ്ബാർ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം. ആൻസർ ഓപ്ഷൻ C ധാക്ക. മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 1906 ഡിസംബർ 30-നാണ്. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികളാണ് ആഗാ ഖാന്, നവാബ് സലീമുള്ള. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് ആഗാ ഖാൻ ആയിരുന്നു. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ നഗരമാണ് ധാക്ക. 1929 14 തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനമാണ് 1930 അലഹാബാദ് സമ്മേളനം. പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന മുഹമ്മദ് ഇക്ബാലാണ്. സാരേ ജഹാം സേച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ച് മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച് ചൗധരി റഹ്മത്ത് അലിയാണ്. ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയ മുസ്ലിം ലീഗ് സമ്മേളനമാണ് 1940 ലാഹോർ സമ്മേളനം. ടു നേഷൻ തിയറി ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. ലാഹോർ സമ്മേളനം 1940. മുസ്ലിം ലീഗ് ഡയറക്ഷൻ ആക്ഷൻ ഡേ ആയി പ്രചരിപ്പിച്ചത് 1946 ആഗസ്റ്റ് 16-ലാണ്. പാകിസ്ഥാൻ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 14-ലാണ്. പാകിസ്ഥാൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാൻ്റെ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാൻ്റെ തത്വചിന്തകൻ സയ്യിദ് അഹമ്മദ് ഖാനാണ്. പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാനാണ്. പാകിസ്ഥാൻ്റെ ആദ്യ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ആൻസർ ഓപ്ഷൻ D 2 മാത്രമാണ് ശരി. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചതിനെ തുടർന്ന് ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22ഓളം പോലീസുകാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഈ ഹിംസാത്മകമായ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമാവുകയും ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയിട്ടുള്ളത് 1920-ലാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നേതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച 1920 സെപ്റ്റംബർ 4-ലാണ്.
നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1920 കൽക്കത്ത പ്രത്യേക സമ്മേളനം. ലാലാ ലജ്പത് റായ് ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. ശ്രീ വിജയരാഘവാചാര്യയായിരുന്നു അധ്യക്ഷൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദി ആയത് 21 മുതലാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി ഗാന്ധി രൂപീകരിച്ച ഫണ്ടാണ് തിലക് സ്വരാജ് ഫണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജാമിയ മില്ലിയ ഇസ്ലാമിക സർവകലാശാല, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവമാണ് ചൗരി ചൗര സംഭവം. 1922 നടന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1, 3. ബാലഗംഗാധർ തിലകും ലാലാ ലജ്പത് റായിയും. തീവ്രവാദികളായ നേതാക്കന്മാരാണ് ബാലഗംഗാധർ തിലക്, ലാലാ ലജ്പത് റായി, ബിപിൻ ചന്ദ്രപാൽ. ഇവരെ 3 ആളുകൾ ലാൽ, പാൽ, ബാൽ എന്നറിയപ്പെടുന്നു. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധർ തിലകനാണ്. ഇതിനാൽ അദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചു. മിതവാദികളായ നേതാക്കന്മാരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെയും ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിൻ്റെയും പിതാവാണ് ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. രാസ്ത് കോഫ്താർ എന്ന ദ്വൈവാരികയുടെ പത്രാധിപനാണ് ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകനും ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോഖലെ പ്രസിഡന്റായ കോൺഗ്രസ് സമ്മേളനമാണ് ബനാറസ് സമ്മേളനം 1905. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സംഘടനയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ജ്ഞാനപ്രകാശം എന്ന പത്രം പ്രസിദ്ധീകരിച്ചതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അസാധാരണമായ മനുഷ്യനെന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യയുടെ വജ്രം, മഹാരാഷ്ട്രയുടെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നിങ്ങനെ ഗോഖലെയെ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനാണ്. ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചതും ബാലഗംഗാധര തിലകൻ തന്നെയാണ്. ഇന്ത്യൻ ദേശീയ തീവ്രവാദത്തിൻ്റെ പിതാവാണ് ബാലഗംഗാധര തിലക്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകിനെയാണ്. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. 1916 ഹോം റൂൾ മൂവ്മെൻറ്റ് പൂനെയിൽ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകാണ്. ഗീതാ രഹസ്യം, ആർട്ടിക് ഹോം ഇൻ വേദാസ് എന്നീ കൃതികളുടെ രചയിതാവ് ബാലഗംഗാധര തിലകാണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകനാണ്. കോൺഗ്രസിൻ്റെ വാർഷിക പരിപാടികളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് കളിയാക്കിയത് ബാലഗംഗാധര തിലകനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബീഗം ഹസ്രത്ത് മഹൽ 1857 ബ്രിട്ടീഷ് വിരുദ്ധ സമര മുന്നേറ്റത്തിന് നേതൃത്വം വഹിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ലക്നൗ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. 1857 സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ 1857 ഏപ്രിൽ 8 തൂക്കിലേറ്റി. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റാണ് 34ാം ബംഗാൾ ഇൻഫാൻട്രി. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നം താമരയും ചപ്പാത്തിയും ആയിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ ഡൽഹിയിലെ ഭരണാധികാരിയായി വിപ്ലവകാരികൾ അവരോധിച്ചത് മുഗൾ രാജാവായ ബഹദൂർ ഷാ സഫറിനെയാണ്. ബഹദൂർ ഷാ സെക്കൻഡ് എന്നറിയപ്പെടുന്നു. ഇദ്ദേഹത്തെ റങ്കൂൺ അഥവാ ബർമയിലേക്ക് നാടുകടത്തി. 1857 വിപ്ലവത്തിലെ പ്രധാന നേതാക്കന്മാരാണ് ഝാൻസിയിലും ഗോളിയോറിലും റാണി ലക്ഷ്മിബായി ആയിരുന്നു. ബീഹാർ ആറ ജഗദീഷ്പൂർ കൻവർ സിംഗ്, ഡൽഹിയിലെ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും, അസം ദിവാൻ മണിറാം, മീററ്റ് കേതം സിംഗ്, കാൺപൂരിലെ നാനാ സാഹിബ് താന്ത്യ തോപ്പി, ലക്നൗ, ആഗ്ര, അവധ് ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബറേലി ഖാൻ ബഹദൂർ, ബറോത്ത് പർഗാന ഷാമാൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവാണ് താന്ത്യ തോപ്പി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ടാണ് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1858 വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായി ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. 1857 കലാപത്തിൽ അവസാനമായി പിടിച്ചടക്കിയത് താന്ത്യ തോപ്പിയാണ്. 1859 ഏപ്രിൽ 18 അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും.
ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലക്. അടുത്ത ക്വസ്റ്റ്യൻ, സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്? ആൻസർ ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. 1924 മാർച്ച് 30 പുലയ ഈഴവ നായർ സമുദായാംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കന്മാരാണ് ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ എന്നിവർ. വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥയാണ് സവർണ ജാഥ. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഇ വി രാമസ്വാമി നായ്ക്കർ മധുരയിൽ നിന്ന് വൈക്കത്തേക്കാണ് ജാഥ നടത്തിയത്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിർത്തിയ വിഭാഗമാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടുനിന്നു. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ മൂലം തിരുനാളും അവസാനിക്കുമ്പോൾ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായിയും ആയിരുന്നു. സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അഹിന്ദുക്കളാണ് ജോർജ് ജോസഫ്, പി എം സെബാസ്റ്റ്യൻ, അബ്ദുറഹ്മാൻ. ഇന്ത്യയിലെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരായ കോട്ട് കോയിക്കൽ വേലായുധൻ, സത്യവർദ്ധൻ എന്നിവർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ മഠമായിരുന്നു വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ ആചാര്യ വിനോബ ഭാവയെ ഗാന്ധിജി ആയിരുന്നു പറഞ്ഞുവിട്ടത്. രാഷ്ട്രീയ നിരീക്ഷകനായിട്ടായിരുന്നു അദ്ദേഹം കേരളത്തിലെത്തിയത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. സവർണ ജാഥ സംഘടിപ്പിച്ചത് 1924 നവംബർ 1 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ഡോക്ടർ എം ഇ നായിഡു ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 1915 ജനുവരി 9 പ്രാധാന്യം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്ത്യയുടെ രാഷ്ട്രീയ പിതാവാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ. ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം 1893. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധി ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷനാണ് പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച സംഘടനയാണ് നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് 1894. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമാണ് 1906 ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം 1917. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം 1918. ഗാന്ധി ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ സമരമാണ് റൗലറ്റ് സത്യാഗ്രഹം. ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ 1903. ഗാന്ധി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം. ഗാന്ധി ഡർബനിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. പ്രവാസി ദിനമായി ആചരിക്കുന്നത് ജനുവരി 9. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം അൺ ടു ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥം എഴുതിയത് ജോൺ റസ്കിൻ. ഗാന്ധി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ പദ്ധതി 1937. 1940 ഗാന്ധി ആരംഭിച്ച പുതിയ സമരമുറയാണ് വ്യക്തി സത്യാഗ്രഹം. വ്യക്തി സത്യാഗ്രഹത്തിന് ആദ്യം തിരഞ്ഞെടുത്തത് വിനോബ ഭാവയും രണ്ടാമത്തെ നേതാവ് നെഹ്റുവും വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കെ കേളപ്പനെയുമാണ്. ഇന്ത്യയിൽ വെച്ച് ഗാന്ധി ആരംഭിച്ച 2 പ്രമുഖ പത്രങ്ങളാണ് നവജീവൻ ഗുജറാത്തി ഭാഷയിലും യങ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിലും. യങ് ഇന്ത്യയുടെ മലയാളി എഡിറ്ററാണ് ജോർജ് ജോസഫ്. ഗാന്ധി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച 1933.